കിൽ ജോയ് ആണ് അല്ലല്ലേ ഇത് ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ ആരും ഒരാൾ നബിദിനം ഓക്കെ ആകാശ കോയൽ ഹോയ് ഹോയ് ബ്രദർ ഹോയ് 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 വെൽക്കം ടു സ്ട്രീം. അപ്പോൾ നമുക്ക് കുറച്ച് ട്രോൾസ് നോക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ ട്രോൾസ്. ഓക്കെ എവിടെ നിന്ന് തുടങ്ങാം? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം വെയർ? 20-24 ഇത് തൊട്ട് കാണാം. ഡീമൺ 1 ഇന്ന് ഇട്ടോട്ട് താഴത്തുള്ളത് നോക്കാം. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോഴത്തെ ക്ലിപ്പാണോ? എന്തൊരു ഫ്ലിക്കാ അടിച്ചത്. അമ്പോ അവ എന്തൊരു അടി അടിച്ചാ. ലാസ്റ്റ് ഷോട്ട് നിങ്ങൾ കണ്ടോ? അത് എന്ത് അടി അടിച്ചത് നോക്കിയാണ്. ആ ഫ്ലിക്ക് നോക്കുക. നൈസ് മൈനൂട്ടാകളാണ്. നല്ല ഫ്ലിക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കോ. ഗ്ലോസർ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഇവിടെയാണ് തല ഇരിക്കുന്നത്. മനസ്സിലായോ? ഓയ്യോ അതെന്ത് ഫ്ലിക്ക്. അതാണ് എയിം ലാബ്സിന്റെ ആ ഒരു എയിം ലാബ്സ് കളിച്ച് ആ എയിം പോകണണ്ട. ഓ കറക്റ്റ് ഒറ്റ അടി ഫ്ലിക്ക് ചെയ്തത്. വിഷയം കേട്ടോ. അത് ഹെഡ് ഹണ്ടർ വെച്ചിട്ട് ഹെഡ് ഹണ്ടർ കിടില സാധനമാണ്. പറഞ്ഞപ്പോൾ വേല കളിക്കുന്നവർക്ക് അതറിയാൻ പറ്റും. ഹെഡ് ഹണ്ടർ ഒരു വിഷയ സാധനമാണ്. ഇത്രയൊക്കെ പറഞ്ഞു. ഞാൻ ചേമ്പർ കളിക്കത്തില്ല. എനിക്ക് ചേമ്പർ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തല്ല, കളിച്ച് പരിചയമില്ല, അതുകൊണ്ട് കളിക്കത്തില്ല. നല്ലോണം കളിക്കുന്ന ചേമ്പർമാർ വിഷയമാണ്. നീല രണ്ടു മൂന്ന് മാറി വെച്ചിട്ട് പഴയ പിള്ളേർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അവനെ ബിരിയാണി കോണക്കുന്ന. അപ്പം ദേവക്കുട്ടിയുടെ സിംഗിളോ? എന്നോണ്ട് കളിപ്പാണല്ലേ. അപ്പൊ ഇത് ചലഞ്ച് അല്ലല്ലേ? ഞാൻ ഇത് ചലഞ്ച് എന്നാണ് വിചാരിച്ചത്. ഇവര് സ്ഥിര പരിപാടിയാക്കിയല്ലേ. ഒരു പെണ്ണല്ല പല പെണ്ണായി. നീലൻ കള്ളൻ. എന്നിട്ട് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ചലഞ്ചെന്ന്. പെണ്ണുങ്ങളായിട്ടൊക്കെ കറക്കം തന്നെ. നടക്കട്ടെ. എന്റെ ഉറക്കം ഇപ്പൊ പോയി. ഹാപ്പിയോടെ റബലേ ജിബിൻ ജയകുമാർ ബ്രോ താങ്ക് യു സോ മച്ച്. 100 rupees ഹാപ്പി ഓണം. കള്ളൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കള്ളനെ കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്തിനെന്ന് പറയാമോ? ചലഞ്ചായിരുന്നത്, അതുകൊണ്ട് മാത്രമാണത്. പെമ്പിള്ളാരുമായിട്ട് കള്ളൻ. The scariest thing of my childhood which I never forget. സത്യമല്ലേ? ഓയ്യോ ഇതൊരു സമയമല്ലേ. നമ്മളെ മറ്റേ വീട്ടുകാരെ കുളിപ്പിക്കുന്ന സമയമല്ലേ. കണ്ണിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ എന്നിട്ട് തടവിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം മാറുന്നത് തടവിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതൊക്കെ എന്തൊരു കാലമല്ലേ. ഇപ്പം വീട്ടുകാർ കുളിപ്പിച്ച് ഇപ്പം നമുക്ക് അടുത്ത കൊച്ചുങ്ങളാവാറായി. എന്ത് വർഷങ്ങളൊക്കെ പോയിട്ട് പോക്ക് ഉണ്ട്. ഒരു സമയത്തിൻ്റെ ഒരു സ്പീഡേ ഇങ്ങനെ പറക്കുകയാണ്. Not a movie, but one of the greatest stories ever. I had a son. He passed away. Red Dead Redemption 2. I mean, I threw that away. My mama died when I was a kid. My daddy. I watched him die. That wasn't soon enough. What am I gonna do now? Be grateful that for the first time you see your life clearly. Yes, sir. I'm afraid. The best. There is nothing to be afraid of, Mr. Morgan. Take a gamble that love exists and do a loving act. ഈ ഗെയിം കളിച്ചാലേ ഗെയിമിൻ്റെ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഈ ഗെയിം എല്ലാവരും കളിക്കണം. ഒരു ഇതാണ്. കളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിലൊരു ഫീല് വരും. ഇങ്ങനെ ജോക്കർ ബ്രോ വെൽക്കം ടു സ്ട്രീം. ടോക്സ് ഹൈ നന്ദു ഹൈഡാ ബാസ്തെ ഹൈ. ഇതെല്ലാം the only logical. What the fuck? Nah, bro, I must be dreaming. How? The only logical explanation. I think the lions are Muslims. അറാവായിട്ട് നിന്നില്ലെന്താ പന്നിയൊക്കെ ഫ്രണ്ട് കൂടി. ഇത് എഡിറ്റിംഗ് ആണോ ഇതൊക്കെ? How? ഇത് എഡിറ്റിംഗ് ആയിരിക്കുമല്ലേ കൺഫേം. ഇതെല്ലാം പിന്നെ പന്നി ഇത്രയും സമൂഹത്തിൽ ഒന്നിനും വിശപ്പില്ലേ? I think the lions are Muslims. എന്തൊക്കെയാടാ ഈ പറയുന്നത്? എന്തൊക്കെയല്ലേ? സത്യമാണല്ലേ അണ്ണ?
6-year-old me sleeping on sofa and waking up on a bed. സത്യം. പക്ഷെ സോഫ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അറിവില് സോഫ കിടക്കുന്നതിന് വീട്ടിൽ അടിയാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മളെയൊക്കെ ഈ വീട്ടുകളിൽ ഈ സോഫ എന്ന് പറഞ്ഞ സാധനം കിടക്കാനോ സമ്മതിക്കത്തൊന്നുമില്ല. അതിലെങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അന്ന് അടി, വീട്ടിൽ അടി എന്നൊക്കെ പറഞ്ഞാൽ മുട്ടിനടി, സോഫ നശിപ്പിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ തുടങ്ങും. ഒരു വിധത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് കിടക്കാൻ സമ്മതിക്കില്ല. നിങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകും. വെച്ചാൽ വീട്ടിൽ സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനേ പറ്റൂ. കിടക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊലപാതകം നടക്കും. നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാകും സീൻ. എനിക്ക് ഇവിടെയൊക്കെ പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ പിന്നെ സോഫയിലോട്ടൊന്നും താഴോട്ടൊന്നും അങ്ങനെ പോയി ഇതാകത്തല്ല. കൊച്ചിലേക്ക് അത് സോഫയെ തൊടുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാനുള്ളതാണ്, അല്ലാതെ നിങ്ങൾക്ക് കിടക്കാനുള്ളതല്ല സോഫ. മനസ്സിലായോ? വല്ലപ്പോഴൊക്കെ മനസ്സിലായില്ല, നിങ്ങൾക്ക് ഇരിക്കാം, അല്ലാതെ അതിൻ്റെ അത് കിടക്കാനൊന്നും പറ്റൂല. ഗസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഷീറ്റ് മൂടിയിട്ടിരിക്കും. എന്നിട്ട് ആ ഷീറ്റ് മാറ്റിയിട്ട് ഗസ്റ്റുകൾ വരുമ്പോൾ അതിൻ്റെ ഫുൾ സൗന്ദര്യത്തിൽ ഇങ്ങനെ അങ്ങനെ സെറ്റാക്കി വയ്ക്കും. എന്നിട്ട് പറയും ഇത് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ളതാണ്, അല്ലാതെ നമുക്ക് ഇരിക്കാനുള്ളതല്ല. എന്തിട്ടാണല്ലേ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അതൊക്കെ സോഫ ബാക്കിയുള്ളവർക്ക് അത് ഇത്ര വില കൊടുത്തിരുന്ന സ്വന്തം വീട്ടിലുള്ളവർക്ക് ഇരിക്കാൻ പറ്റൂല. എന്ത് പറയാൻ. ജാംജിങ് ലെഫ്റ്റിലുള്ള ആംഗിളാണ്. എന്താ സംഭവം? എന്തോ അത് ഇതാണോ അവന്മാരെ വെട്ടിപ്പോണ സീനാണോ ഉദ്ദേശിച്ചത്? ഈ സംഭവം എന്തായാലും പറയട്ടെ. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ഈ വെട്ടി പോകുന്നത് സംഭവം ഈ മൊബൈൽ ഡേറ്റയിൽ കളിക്കുമ്പോഴത്തേക്ക് ഈ പിങ് ഇപ്പോൾ കുറവാണെങ്കിലും ഇങ്ങനെ വെട്ടുന്നൊരു സീൻ വരും. അത് മൊബൈൽ ഡേറ്റ വെച്ച് കളിക്കുകയാണെങ്കിൽ ഉള്ള സീൻ വരും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ ഇടയ്ക്ക് വെച്ച് എന്തോ മൊബൈൽ ഡേറ്റയിൽ TD കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ സ്റ്റാലിൻ വെട്ടിത്തെറിച്ച് അവിടെയൊക്കെ പോകും. എനിക്കൊന്നും ഒരു മൊബൈൽ ഡേറ്റയിലായിരിക്കും കളിച്ച് കാണുന്നത്. എനിക്കറിയത്തില്ല ഇനി അതോ ഇനി DNS വല്ലോ അങ്ങനത്തെ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. മൊബൈൽ ഡേറ്റയിൽ കളിക്കണ ഈസിയും വരും. പക്ഷെ അത് ബൈൻഡ് അല്ലേ? ഇത് ബൈൻഡ് അല്ലേ ഗൈസ്? നോക്കിയാണ് ബൈൻഡില്ല ബോക്സ് മറ്റേ ഹുക്ക് ചെയ്ത് ചാടി വരുന്ന സ്ഥലം ഇതെല്ലാം ഇത് ആണ്. ഇത് നോക്ക്, ഇത് മറ്റേ ഇത് സ്പ്ലിറ്റ് കറുത്ത സ്പ്ലിറ്റിന്റെ മറ്റേ ആ സൈഡ്. എടേ ഇതൊക്കെ ആരടാ? ഇതൊക്കെയാണ് ഇതൊക്കെ മൈൻഡിന്റെ ഏ സൈറ്റിലെ ശവത്തിൽ കൂടി കുളിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആക്കണമല്ലേ? ഇത് കുളിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ വെക്കണമല്ലേ? എന്താ അപരാധം ചെയ്തൊക്കെയാണ് എന്റെ ആളിക. എന്റെ പൊന്നോ, എടാ ഇത് എവിടെയായിരുന്നു? ഇതേതായിരുന്നു ഈ മാപ്പ്? എടാ ഇതേത് സ്ഥലം എനിക്കിപ്പോ മനസ്സിലാവാതായില്ല. ഹലോ ലൈവാ? കോച്ച് ലൈവ്. ഓക്കേ ഹാപ്പി ഓണം ഡാ. ഹാപ്പി ഓണം കോച്ച്, ഹാപ്പി ഓണം. സെറ്റ് എന്നെ ട്രീറ്റ് എങ്ക? ട്രീറ്റാ കോച്ചാണ് ട്രീറ്റ് ചെയ്യാനാ? ടിവിയിലൊക്കെ കേറിയിട്ട് ട്രീറ്റ് എവിടെ? അത് പിന്നെ തരാം. അത് പിന്നെ അതല്ലേ കൊള്ളാം. ശരി, ഹാപ്പി ഓണം. ബൈ. ഇത് സൺസെറ്റിന്റെ മറ്റേ ഇവിടെ കയറുമ്പോ SITന്ന് കയറുന്ന സ്ഥലമല്ലേ? പക്ഷെ അവിടെ ഇവിടെ ഒരു കുഴി പോലെ ഇരിക്കുന്നു. അപ്പത്തേക്ക് എനിക്ക് ഡൗട്ടായി. ഇത് ബൈൻഡ് എന്തൊക്കെയല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്റെ ആളിയാ. കുളിക്കുന്ന സീൻ എന്തിനല്ലേ? അത് എപ്പിക് സീനായിരുന്നല്ലേ? കുളിച്ചോണ്ടിരിക്കുന്നിരുന്ന് എന്തിനാളിയാத അവസ്ഥ നോക്കിയാണ് വൈറ്റിൽ ഇത് കുളിക്കുന്നത്. അയ്യോ എന്റെ ആള് എന്തിനൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന വൈരി. ഹാപ്പി ഓണം. ഈ ഓണം കളറാകണമെങ്കിൽ ഏട്ടന്റെ പാട്ട് വേണം.
ആമ്പൽപ്പൂ കദളിപ്പൂ അരളിപ്പൂ തുമ്പപ്പൂ ആമ്പൽപ്പൂ കദളിപ്പൂ അരളിപ്പൂ തുമ്പപ്പൂ ആമ്പൽപ്പൂ കദളിപ്പൂ അരളിപ്പൂ അമ്പരത്തി പരത്തി ചെമ്പരത്തി മുമ്പരത്തി കുതിരത്തി പൂ പട 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 പിണ്ടം പട 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 ആപ്പിട് കോപ്പിട് പരസ്യമാടാ. ഏത് പാട്ട് ഇത്? ഞാൻ അങ്ങനത്തെ പാട്ട് ഞാൻ കേട്ടില്ല. കുത്തിക്കുത്താനവരമ്പിലെ മത്തളം തളം ധനം ധനം തത്തോ തത്തോ. ഇതേത് പാട്ട്? ഞാൻ ഇങ്ങനൊരു പാട്ട് കേട്ടില്ല. ഇത് നിങ്ങളാരും കേട്ടായിരുന്നാ? ഇങ്ങനൊരു പാട്ട് ഇറങ്ങിയ പെട 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 ഇത് ഏത് പാട്ട്? പെട പെടയൊക്കെ പറഞ്ഞ പാട്ട് ഇറങ്ങിയ ഞാൻ അറിയില്ല. ഇത് പപ്പടത്തിന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേയിൽ പപ്പടത്തിന്റെ ഇത് അടിക്കുന്നത്. പപ്പടത്തിന്റെ ബർത്ത്ഡേ ആണ് എന്ത്? വാട്ട് ദ ഫക്ക്? പപ്പട ആരെ അറിയാതിരിക്കടാ. ചാർജായി പെട 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 പെട. അത് എന്തൊരു പെട? പെടയും ഇല്ല പൂവരും ഇല്ല. എന്തിനടുത്ത് പോലും മനസ്സിലാകുന്നില്ല. ലൈക്ക് അടിക്കണേ. POVS 2015. You are playing Temple Run and your cousin says if you die it's my turn. എടാ ഈ സാധനം ഇപ്പൊ കളിക്കുന്നവരുണ്ട് ഈ ടെമ്പിൾ റണ്ണൊക്കെ. ടെമ്പിൾ റണ്ണിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ? ഇതൊക്കെ ഇപ്പൊ ആരെങ്കിലും കളിക്കാറുണ്ടോ? എന്റെ ഇത് വെച്ചിട്ട് ടെമ്പിൾ റൺ ഇപ്പൊ കളിക്കുന്നവരൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്കൊന്ന്. ഇപ്പൊ ആരെങ്കിലും ടെമ്പിൾ റൺ കളിക്കുന്നതായിട്ട് അറിയാമോ? എന്റെ അറിവിൽ ആരും ഇല്ല അങ്ങനെ ഒരു ടെമ്പിൾ റൺ പ്ലെയർ ആരും ഇല്ല. DRG ടീം വണ്ണ. DRG എന്തൊരു പുതിയ ടീമാണോ DRG? അതെന്താ ഇവന്റെ റിഫ്ലക്സ് ഒക്കെയാണ്. ഇവ കണ്ട് സത്യം പറഞ്ഞ മനസ്സിലായതാ. ഇവിടെ എത്തിയപ്പോ ഇവ കണ്ട ഇവന് ആ കളർ കണ്ട അതിന്റെ ഇടയില്. ഞാൻ കളിക്കും എന്റെ വാപ്പ കളിക്കുമെന്നാ. എടേയ് ടെമ്പിൾ റൺ കളിക്കുമോ നീയൊക്കെ ഇരുന്ന് ഇപ്പോഴും? കിടമ്പരൊക്കെ തന്നെ. എന്തിന് പറയാൻ? എന്റെ വൈഫ് കളിക്കാറുണ്ടെന്ന്. ദൈവമേ ക്യാൻഡി ക്രഷ് ആയിരുന്നെങ്കിൽ പിന്നെ പോട്ടെ. ടെമ്പിൾ റൺ എപ്പോഴും കളിക്കുന്നവരുണ്ടല്ലേ. 2015 ആണ് അതിലുണ്ടെന്ന്. 2015 സത്യം നമ്മൾ അടി ഉണ്ടാക്കി മേടിക്കും. അത് സത്യമായിരുന്നു. ഇപ്പൊ കളിക്കുന്ന ആരും വിഷയമുണ്ടോ? ഇപ്പൊ കളിക്കുന്ന ആരും കാണാം. നമ്മള് കളിക്കുന്ന There's a gun right there. Grab the gun, grab the gun. ഇങ്ങനെയൊക്കെ അടിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് വാലറന്റ് കളിക്കാൻ തോന്നുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ കളിക്കാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിയും കൊള്ളൂല. ജീവിതവും വെറുക്കും. ജീവിതം വെറുക്കും. ഈ അടിയും കണ്ട് നമ്മൾ നേരെ കയറും. ഇന്ന് സെറ്റ്. ഞാനിതേപോലെ വൺ ടാപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കയറും. വെടിയും കൊള്ളൂല. ജീവിതവും വെറുത്ത അവസാനം കളിയും അടുത്ത് ഇറങ്ങും. ഇതാണ് നടക്കുന്നത്. അല്ലാതെ ഒന്നും നടക്കൂല. ഓറ TV ഡയോസ് ബെല്ലാരി സ്റ്റുഡിയോ. ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ഇതിഹാസ കഥ. അണ്ടർടേക്കറായിട്ടുള്ള ആടി ബീജം നോക്കിയാണ്. സത്യമല്ലേ? അണ്ടർടേക്കറിനെ എത്ര വട്ടം കൊല്ലിച്ചിട്ടുണ്ടല്ലേ ഈ WWE. ഒരു മര്യാദ വേണ്ടേ? കൊന്ന് ഈ തോന്നുമ്പോ കൊല്ലും വീണ്ടും പൊങ്ങി വരും. ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മരിച്ച ആൾ അണ്ടർടേക്കർ ആയിരിക്കും അല്ലേ? എന്തൊക്കെയുണ്ട്?
സുഖം കുറച്ച് ദുബായ് ചോപ്സ്. നീ ഒന്ന് പോടാ പണ്ടേ ഉടായിപ്പാ. നിങ്ങളൊക്കെ കാരണം എന്റെ കല്യാണം മുടങ്ങി. നിന്നോടാണ് നീ പറഞ്ഞ കാട്ടു നീ മോതാൻ. എന്നാലും എന്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കായിരുന്നില്ല. ഇന്നലെ രാത്രി 10 മണി കൊണ്ട് വിളിക്കാൻ തുടങ്ങിയതാ. ആരെന്നെയാ? എന്റെ അച്ഛനെ. നീ വാടാ ഇങ്ങോട്ട്. ഇയാളുടെ പുന്നാര മോനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോട്ടെ. നിന്റെ കൈ വെട്ടൂന്ന് പറഞ്ഞ് ഇയാളുമായിട്ട് നമുക്ക് ഇനി ഒരു ബന്ധവും വേണ്ട. അയ്യോ അപ്പൊ തങ്കമണി ഒരെണ്ണം വെച്ച് തന്നെ വേണ്ട. കുഞ്ഞിരാമായണം വിഷയം പാടാണ്. കുഞ്ഞിരാമായണം പണ്ടത്തെ ഇത് കുഞ്ഞിരാമായണത്തിലുള്ള ഇതൊക്കെ ഒരു കാലഘട്ടം വരുന്നില്ല, ഒരു കാലം. കുഞ്ഞിരാമായണം ഇതെല്ലാം ഒരു പടമൊക്കെ എത്ര വർഷങ്ങളായെന്നൊന്നും ആലോചിക്കണം അല്ലേ. ഇത് ഹലോ, നിനക്കെന്തിനാ മിണ്ടാണ്ടിരിക്കവിടെ? ഇനി കൊണക്കല്ലേ നീ കേട്ടാ. ഒരെടെ വന്ന് പീടി കയറണ്. ഞാൻ പീടിന്ന് മുഞ്ചണ എവിടെന്ന മുഞ്ചണ നീ ആലോചിക്ക. നീ പറയണ്ട, മനസ്സിലായടാ ചൊട്ടെ. അവൻ എന്നോട് തൊലിക്കണ്. ടോക്കിയോ ടോക്കിയോ സിറ്റുവേഷൻ ഉള്ളത്. അമ്മ സെഡ് ടു 10-year-old me, രാവിലെ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോവാം. അമ്മയുടെ വീട്ടിൽ പോകുന്നത് എനിക്ക് പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ലല്ലോ. സംഭവം പ്രശ്നമായിരിക്കും. ഞാൻ കാരണം ഓൾറെഡി ഇവിടെയാണ് നിന്നത്. എൽവിൻ, താങ്ക് യു ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. സ്നേഹം മാത്രം പറഞ്ഞത്. സ്നേഹം മാത്രമേ അത്രേ ഉള്ളൂ. ഹാപ്പി വേണം. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? ഇടയ്ക്കൊക്കെ ഓർക്കും. ഓണം അടുത്ത ഓണമായി. ഒരു ഓണം വന്നിട്ട് പണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ? പണ്ടത്തെയൊക്കെ ഈ പെരുന്നാള്, ഓണം, ക്രിസ്മസ് ഇതൊക്കെ കുറച്ചുകൂടി കിടിലം പണ്ടത്തെ ആയിരുന്നു തോന്നുന്നു. അത് നമ്മളൊക്കെ നമ്മുടെയൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞ് നമ്മളെ കുറച്ചുകൂടി ലൈഫിൽ സീരിയസ് ആയിട്ട് ഉള്ളൊരു ടൈമിലോട്ട് എത്തിക്കൊണ്ടാണ് നമുക്ക് എങ്ങനെ തോന്നുന്നത്. അതോ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു അടിച്ചു പൊളിച്ച് കിടക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പം വീണ്ടും കുറച്ചുകൂടി ലൈഫിൽ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് പണ്ടത്തെ ഓണം അതൊക്കെ ആ ഒരു വൈബൊക്കെ ഇപ്പോഴത്തെ ഓണത്തിന് ഇതിനൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പോകും ചില സമയത്ത്. അത് തോന്നലിൻ്റെ പ്രശ്നമാണ്. ഒരു പഴയ ഒരു വൈബ് ഇല്ലാത്തൊരു ഫീല് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക്? സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ഓണം, ഇപ്പോൾ ഒരു വൈബ് ഇല്ല അല്ലേ? സത്യമാണല്ലേ അത്? അപ്പോൾ എൻ്റെ തോന്നലല്ലേ. ഞാൻ വിചാരിച്ചത് നമ്മളെ ഈ ആ ഒരു ടൈപ്പ് പ്രായമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം കുറച്ചൊരു റെസ്പോൺസിബിലിറ്റീസൊക്കെ കൂടിയാണ് നമുക്ക് തോന്നുകയാണെന്ന്. സത്യമല്ലേ? പണ്ടത്തെ ഒരു വൈബ്. പണ്ടൊക്കെ ഓണം എന്നൊക്കെ പറയുമ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ വെച്ചാൽ ഓണമൊക്കെ വരുമ്പോൾ ഒരു ഇതാണ് വെച്ചിട്ട് ഓണം വരുന്ന അവധി, ഓണത്തിന് പരിപാടികൾ, അടിച്ചുപൊളികൾ, അലമ്പ് പരിപാടികൾ, എന്തൊക്കെ ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ഓർമ്മ വരുമായിരുന്നു. അതുകൊണ്ടല്ല നമ്മൾ വസന്തമായിരുന്നു. പടാ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൂടി ചുരുട്ടി കൂട്ടി ബോട്ടിന്റെ പുറകിൽ അങ്ങാട് കെട്ടണം. എന്നിട്ട് ബോട്ട് പുറം കടലേക്ക് ഓടിച്ചങ്ങാട് പോകണം. നമ്മുടെ ജീവിതം എന്ന് പറയണത് കടലിലെ മീനുകൾക്ക് കൊത്തിത്തിന്നാനുള്ളതല്ല. അതിനകത്ത് കിടക്കുന്ന മീനിനൊക്കെ നമ്മക്ക് പൊരിച്ചു തിന്നാനുള്ളതാണ്. നമ്മളെ കടിച്ചു കയറാൻ വരുന്ന വൃത്തികെട്ട ജന്തുക്കളെ നമ്മളെ പിടിച്ചു കെട്ടണം. മോട്ടിവേഷനാണല്ലോ. മോട്ടിവേഷനൊന്നും തരല്ലേ? ഇങ്ങനത്തെ മോട്ടിവേഷനുകളെ തരല്ലേ പ്ലീസ്. മോട്ടിവേഷൻ തന്നത് വഴിയാതാരമായി. നല്ല സദ്യ കഴിച്ചെണ്ണ ആകെയുള്ള സന്തോഷം എന്ന് പറയാനുള്ളത് അതാണ് അല്ലേ? സത്യം പറഞ്ഞാൽ അണ്ണാ ഓൾഡ് ഡേയ്സ് വെയർ ബെറ്റർ. കൊറോണയ്ക്ക് മുമ്പുള്ള വർഷങ്ങളായിരുന്നു എൻ്റെ ഗോൾഡൻ ഡേയ്സ്. ഇപ്പോൾ ഒക്കെ ഫുള്ള് മൂഞ്ചിയ ദിവസങ്ങളാണ്. എൻ്റെ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ല, കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നാണ് എൻ്റെ ഓർമ്മ. This 40s of is too much for me. അയ്യോ,
അവൻ വീട് ചത്തൊന്നു കേട്ടാ. കണ്ടോണ്ടിരുന്നവൻ ചത്തുപോയി. സംഭവം വേറെ പ്രശ്നമൊന്നുമില്ല. ഒരുത്തൻ വടിയായി. ജംബോ പപ്പീസ് നമ്മളവിടെയൊക്കെ ചെറിയ സൈസിലാണ് കേട്ടോ. എവിടെ നിൽക്കി അവിടെ ഒരു വെള്ള ഭരണിയിലിട്ട് വെച്ചിരിക്കുന്നു. ചെറിയ ഓട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എടുക്കാൻ പറ്റും. ആ റൂമിലൊരു വെള്ള ഭരണി, ഒരു വെള്ള ഭരണിയിലിട്ട് വെച്ചിരിക്കുന്നു. എന്റെ ആളുകൾ ജീവൻ വെറുത്തു. ഓടിയെടുത്ത് പിറക്കിട്ടാ ബാക്കിയുള്ളവർക്ക് ഊപിച്ച്. എന്റെ അളിയ ഉണ്ണകളൊക്കെ കൊണ്ട് തരുന്ന പോപ്പിൻസ് മാറ്റി നിന്റെ ഭൂമി പോവും. സത്യം പറയാനില്ലെങ്കിൽ പോപ്പിൻസ് എന്ന് പറഞ്ഞ കക്കൂസ് ഇടുന്ന മറ്റേ ഗുളിക എടുത്തിട്ട് വരും. Why are they so beautiful? ഈ മലയാളികൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നേക്കാളും ക്യൂട്ടാണ് കുറച്ചുകൂടി. ജംബോ പോപ്പിൻസ്. ഇത് പിത്തൽജിക്ക് പറ്റിയ ട്രിക്കാണ്. പിത്തൽജിയാണ് ഈ ഫേസ് ക്യാബിൽ നിന്നൊക്കെ എടിച്ചൊക്കെ ഇതൊക്കെ നോക്കുന്ന ആള്. മനസ്സിലല്ലേ? യഥാർത്ഥത്തില് മേളിൽ ആള് വരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എണിച്ചൊക്കെ നോക്കും അപ്പുറത്ത് നിന്നോന്ന് പറയാൻ. പിത്തൽജി പോലത്തെ എന്തൊക്കെ കാണണം. കടക്കാരൻ പഴയ കളരിയ പിള്ളേരുടെ അഹങ്കാരം തീർന്നല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. അങ്ങ് അടി അവൻ്റെ പൈസയൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. തിരിച്ചെടുത്ത് എറിഞ്ഞൊരു പച്ച വെള്ളം കൊടുക്കില്ല, അങ്ങ് അറിയണം അവനെയൊക്കെ. ഒരു ഇതും വേണ്ട. അത് കൊള്ളാം എഡിറ്റ്. സാധനമുള്ള എന്താണ് ഒരു ബീജം, എന്തൊരു ബീജമാണ്. ഇതൊരു ബീജമാണ്. തന്നെ ഇടപെടല്ലേ ഏതായാലും ഗെയിം ഏതായാലും എന്റെ അമ്മോ വിഷയം. നിങ്ങൾ അണ്ടിയില്ലാത്തവരാണോ? നിങ്ങൾ അണ്ടിയില്ല എന്ന് നിങ്ങൾ കേട്ട് പുച്ഛങ്ങൾ ഏറ്റുവാങ്ങിയവരാണോ? നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു തക്കുടു വണ്ടി. പൊക്ക വെച്ചാൽ പൊക്കത്തണ്ടി, താഴ്ത്ത് വെച്ചാൽ താഴ്ത്തണ്ടി, ചെരിച്ച് വെച്ചാൽ ചെരിച്ച അണ്ടി,
പലതരത്തിൽ പല ഭാവങ്ങളിൽ പല അളവുകളിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു തക്കുടുവണ്ടി. കൊള്ളാം. എന്തൊക്കെയാടാ ഇതൊക്കെ? നാരദരൊക്കെ മഹാമോശം. എന്ത് പറയാനാണല്ലേ. കണ്ണുകൊണ്ട് അഭിനയിക്കാൻ ഈ ലോകത്ത് കുറച്ച് പേരൊക്കെ പറ്റൂ. അതിൽ മാസ്റ്റർ ഡിഗ്രി അല്ല, അല്ല PhD ഒക്കെ കഴിഞ്ഞ് വേറെ സാധനം എടുത്ത മനുഷ്യനാണ് ഇങ്ങനെ. ഇവരെയൊക്കെ പോലെ അഭിനയിക്കാൻ പറ്റുന്ന നടന് ഇപ്പോഴത്തെ കാലത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെയുള്ള നടന്മാരെയൊക്കെ കാണുന്നത് ഇപ്പം അല്ലേ ഭയങ്കര കുറവാണ്. ഭയങ്കര അവർക്ക് ഭയങ്കര എന്തൊരു പ്രത്യേക ടാലൻ്റ് ആയിരുന്നു ഇവർക്കൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉള്ളവർക്ക്. രാത്രിയായ കഴപ്പാണ് നരതനെന്ന് അല്ലേ. സത്യം സത്യം. പണ്ട് ഒരു 10-12 വയസ്സൊക്കെ ഉള്ള സമയം തോന്നില്ലേ കസേര എടുക്കല്, മറ്റേ കല്യാണത്തിന് സാധനം കൊണ്ട് വിളമ്പല്, മറ്റേ സാധനം പിടിച്ച് വെക്കല് തുടങ്ങി അവിടുത്തെ എന്തൊക്കെ പരിപാടി ഉണ്ടല്ലോ അതെല്ലാം ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് പറയാം, ഫുഡ് വിളമ്പല്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാറ്ററിങ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും കൊണ്ട് ഫുഡ് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിർത്തുന്നതാണ് നല്ലതെന്നത്. ഈ നിർത്തിയിലേക്ക് ആൾക്കാർ എല്ലാ ജോലികളും മണ്ടക്കി തരുമെന്നുള്ള രീതിയിൽ മനസ്സിലായപ്പോൾ നിർത്തി. എന്തായാലും വെണ്ടിയാണല്ലേ അത്. ശരിയാണല്ലേ, വെണ്ടിയുടെ ഒരു ലുക്ക് ഉണ്ടല്ലേ. വെന്നി 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 സത്യം. ഇന്ത്യൻ റെയിൽവേ നിനക്ക് ശമ്പളം തരുന്നത് കവിത എഴുതാനും പാട്ട് പാടാനൊന്നും അല്ല. പിന്നെ യുമ്മാരോ കിന വിന്റെ പടി കട നെത്തുന്ന പദ നിസ്വനം. ഇത് തെലുങ്കോ കന്നഡോ തുളു. മലയാളികളുടെയും ഒട്ടുമിക്ക മലയാളികളുടെ ഇപ്പോഴത്തെ അവസ്ഥ മലയാളം വായിക്കാറുണ്ടല്ലോ. ഇറ്റാച്ചി പോലത്തെ ഇത് ഇറ്റാച്ചിയും ടീമും മലയാളം വായിക്കാറുണ്ടാ. Once upon a time before the internet. ഞാക്കൂലേ അത് പറഞ്ഞാൽ പണ്ടത്തെ തൊഴിലില്ലായ്മകളുടെയൊക്കെ വെച്ചാൽ തൊഴിലില്ലായ്മ എന്നല്ല വെച്ചാൽ ഒരു ജോലി ഇല്ലാതെ നമ്മളിങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോഴത്തെ ഒരു കുത്തുകഴപ്പുള്ളതാണ് ഇതൊക്കെ നീ കാണിക്കുന്നതൊക്കെ. എഗ്രീഡ് 100% എഗ്രീഡ്. എഗ്രീഡ് ഇതും ഉണ്ടായിരുന്നു. വീണ്ടും എഗ്രീഡ്. സത്യം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. കുറേയൊക്കെ പിന്നെ കുറേയൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ കഴപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. കാല് കൊണ്ട് ഡോർ തുറക്കുന്ന കഴപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. എന്തോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാലിടറി അങ്ങോട്ട് വീണു. വീണപ്പോ ഒരു ചട്ടി അല്ല തമ്പ്രാറ്റമ്മേ, മറ്റൊരു ചട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ താഴത്തെ ചട്ടി പൊട്ടിയപ്പോ അതെല്ലാം ചടപടാന്ന് പൊട്ടി. അമ്മ തീർന്നിട്ടൊരു കുടുംബം ഇല്ലാതായി. അല്ല ഫസ്റ്റ് പേർക്ക് എളുപ്പമായി കേട്ടാ. ആദ്യം ഓടിയന്മാര് രക്ഷപ്പെട്ടു. ഇത് തട്ടി വീണപ്പോ തൊട്ടുള്ളവരായി തീർന്നു. ജീവിതം തീർന്നു, പരിപാടിയും തീർന്നു. ആടിൻ്റെ ഇടയിൽ കറക്റ്റ് ചെയ്യുന്നു.
എന്തിനാണ് അകത്ത് കയറിയത്? എന്റെ ചോദ്യം അതാണ്. എന്തായിരുന്നു ഒരു ആവശ്യം? അകത്തോട്ട് വണ്ടി ഇടിച്ചേറ്റേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ള എന്റെ ചോദ്യം. ഒരു കിടിലൻ പടമായിരുന്നു ചാക്കക്കുയിൽ അല്ലേ? പണ്ടത്തെ പടങ്ങൾക്കൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ കൂടുതൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറച്ചുകൂടി റിപ്പീറ്റ് എനിക്കൊരു 2000, 2010 ആ എൻ്റെ ഇടയിലുള്ള പടങ്ങൾക്കൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ആണ് മിക്ക പടങ്ങൾക്ക്. ശ്രദ്ധിച്ചിട്ടില്ലേ? Boris. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനത്തെ തമാശകൾ എനിക്ക് ഇഷ്ടമല്ല. സീരിയസിന്റെ അകത്തിട്ട് വൃത്തികെട്ട തമാശ കൊണ്ടൊന്നും ഇറങ്ങുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കുറെ തമാശകളുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കേൾക്കുന്നതേ ഇഷ്ടമല്ല. ഈ സെറയൊക്കെ ഇരുന്ന് ഇതൊക്കെ കണ്ടിട്ടിരുന്ന് എനിക്ക് അയച്ചു തരും. എനിക്കിത് കാണുമ്പോൾ കാര്യം വരും. ലൈവ് കാണുന്നുണ്ടോ എന്തോളം നിങ്ങൾ എൻ്റെ തീരുമാനമായി. ഹൗഷാളായി ടെൽമം ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നു. ഇതൊക്കെ ഇപ്പോഴാണ് ഇത് പുറത്തുനിന്ന് കഴിക്കുന്നതൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടാതാകുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് കഴിക്കുന്നതിനൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ വില മനസ്സിലാവും. ഒറ്റ പറഞ്ഞാലോ പുറത്തുനിന്നൊക്കെ കഴിക്കുന്നതൊക്കെ മടുപ്പാവും. ലൂസിഫർ ജോൺ ബ്രോ താങ്ക് യു ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. ഹാപ്പി ഓണം ബ്രോ. ഹാപ്പി ഓണം. അയ്യോ ഞാൻ വായിച്ചു നോക്കിയില്ല. പാട്ടിൻ്റെ ഇതിലും പോയി. മൈ ഫ്രണ്ട് എക്സ്പെക്ടേഷൻ അബൌട്ട് ദ ഡ്രൈവിംഗ് സ്കിൽ ഹിസ് ഡ്രൈവിംഗ് സ്കിൽ ഇൻ ഡ്രൈവിംഗ് ക്ലാസ്. ഇതൊക്കെ ഒരു കട വരും. അതൊക്കെ സത്യം കുബൂസ് ഇതിന് മടുത്തെന്ന്. സൺ എക്സ്പ്ലോഡഡ്. ഇതൊക്കെ എന്തറ ഇതൊക്കെ? അയ്യേ ഉണ്ടാക്കി വെച്ചേക്കുന്നൊക്കെയാണ്. എന്തിന് തേങ്ങ ഇതൊക്കെ? ബ്രോ താങ്ക് യു ഫോർ ദ 5 മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. സിഫർ ജോൺ ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. ഞാൻ ഇപ്പൊ സീരിയസ് ആയിട്ട് എത്രയുള്ള സാധനം പറഞ്ഞ് വിചാരിച്ചിരിക്കുകയായിരുന്നു. മയില് പ്രൊഡ്യൂസർ സിനിമയുടെ തുടക്കം മുഴുവൻ ഇമോഷണൽ ആണല്ലോ. ഡയറക്ടർ വെയിറ്റ്. പുറംകടലിൽ നിന്നൊരു ബോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു സത്യം മനസ്സിലാകുന്നതെന്ന് പറയാം. ഈ ലൈവ് കാണുന്ന മെജോറിറ്റി ആൾക്കാരിലും എല്ലാം കുറച്ച് 90s ആൾക്കാരാണ് കൂടുതൽ കേട്ടോ എൻ്റെ ലൈവ് കാണുന്നത്. കാരണം എൻ്റെ അതേ ചിന്താഗതിക്കൊത്ത റീൽസുകളാണ് മൊത്തം വരുന്നത്. 90s ആൾക്കാരാണ് ഈ റീൽസ് എൻ്റെ ലൈവ് കൂടുതൽ കാണുന്നത്. അല്ല, ഇത് കണ്ടാൽ ഹമ്പ് എന്ന് പറയണം. എന്ത് ഹമ്പ്? അപ്പോൾ ഇത് കണ്ടാലോ
ഹമ്പമ്പോന്ന് പറയും. നേരെ ഓടിച്ചു പോകും. അപ്പൊ എപ്പോഴാണ് നമ്മൾ കൈ ഇങ്ങനെ കാണിക്കേണ്ടത്? പരിചയമുള്ള ആരെങ്കിലും കാണും. ഗിയർ ബോക്സും എഞ്ചിനും തമ്മിലുള്ള ബന്ധം വേർപെടുത്താനാണ് ക്ലച്ച് ചവിട്ടുന്നത്. ക്ലച്ചിന് ഒരു ആക്സിലേറ്റർ ചവിട്ടിയാലും പല്ലും മോണയും തമ്മിലുള്ള ബന്ധം വേർപെടുത്തും. സാരമില്ല, വിഷയമാണ് കേട്ടാ. അല്ല ഇതെങ്ങനെ ചിന്തിക്കുന്നത് ഉള്ളതാണല്ലേ അത്. കറക്റ്റ് സാധനങ്ങള് പക്ഷെ എല്ലാം യൂണീക്കുമാണ്, പക്ഷെ നൈസുമാണ്. വേണ്ട ഈ പറഞ്ഞ ഇന്ന് വേണ്ട, ഞാൻ 2K ആണ്. കൂടുതൽ ആൾക്കാരോട് ഞാൻ പറഞ്ഞത് കേട്ടോ, കൂടുതൽ ആൾക്കാർ, കുറച്ചുള്ളവരൊക്കെ കാണും. മാമനെ കാണാണ് ഇരിക്കുന്നത്. കുഴപ്പമായിരുന്നു, അതൊരു കുഴപ്പമായിരുന്നു. ട്വന്റീസിലെ 90s കിട്ടുന്നുണ്ട്. അത് ഞാൻ 20s ഉള്ളവരാണ് ഉദ്ദേശിച്ചത്. അതെന്താ കുഴപ്പം? ഇതൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്. മാസ്ക് ഫോർ അവർ ഇൻസ്റ്റ ID. ഇതൊക്കെ എന്തൊരു ഇതൊക്കെ മനസ്സിലായത് പോലും ഇല്ല. പോളിടാനാ? എന്നാന്ന് നോക്കണമല്ലോ കൂടുതൽ ആരാണെന്ന്. 2K ആണോ 90s ആണോ എന്ന് അറിയണമല്ലോ. 2K ആണോ 90s ആണോ? 25+ ആണോ 25 താഴോട്ടുള്ളതാണോ കൂടുതൽ നോക്കാം. ഏത് അതല്ലേ അതിൻ്റെ ശരി. പാട്ടി കൈസേ ഓക്കെ ആണോ? പോളിടാം.